നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രതീക്ഷയുടെ കൊടുമുടി കയറി മുന്നണികൾ. അവസാന മണിക്കൂറുകളിലും മലയോര ജനതയുടെ ജീവിത പ്രശ്നങ്ങളും ജമാഅത്തെ ഇസ്ലാമി ബന്ധവും PV അൻവർ ഫാക്ടറും സജീവ ചർച്ചയായി നിലനിൽക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്തുണയെ ന്യായീകരിച്ചതും വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ LDF സജീവ ചർച്ചയിൽ നിലനിർത്തുകയാണ്. വിഷയത്തിൽ വയനാട് MPയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കാൻ തയ്യാറാകാത്തത് ജമാഅത്ത് വിഷയത്തിൽ നിന്ന് തടി തപ്പാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. അങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നില്ല. എന്നിട്ട് വേറെ എന്തൊക്കെയോ ഇമാതിരിയുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് തടി തപ്പി രക്ഷപ്പെടുകയാണ് ചെയ്തത്. UDF ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിരായുധരായിരുന്നു. അടിമുടി ഏതെങ്കിലും ഒന്നല്ല, ഒരായുധവും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ പൂർത്തിയായതോടെ ആവേശം ഇരട്ടിയായിട്ടുണ്ട് UDF ക്യാമ്പിൽ. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ വിവാദമൊന്നും തങ്ങളെ ബാധിക്കില്ലെന്നും പാലക്കാട് ആവർത്തിക്കുമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. നിങ്ങൾ പാലക്കാട് എന്തായിരുന്നു പറഞ്ഞ ആശങ്കയല്ലേ പറഞ്ഞേ? രാവിലെ ഇവിടെ നിൽക്കുന്നില്ലേ? ആശങ്ക മാറ്റി തന്നില്ലേ? ദാറ്റ് വിൽ റിപ്പീറ്റ് ഇൻ നിലമ്പൂർ ഓൾസോ. നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തി 7 മണിക്കൂർ നീളുന്ന റോഡ് ഷോ നടത്തി അൻവർ ഇരുമുന്നണികളെയും ഞെട്ടിച്ചിട്ടുണ്ട്. PV അൻവർ ജയപരാജയങ്ങളെ ബാധിക്കുന്ന ഘടകമല്ലെന്ന് ഇരുമുന്നണികളും ആവർത്തിക്കുമ്പോഴും അൻവർ പിടിക്കുന്ന വോട്ട് നിർണായകമാകും. മലയോര മേഖലയിലെ ജനങ്ങളുടെ വിഷയത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കാനാണ് അവസാന ഘട്ടത്തിൽ അൻവറിന്റെ ശ്രമം. ഇവിടെ ആൻറ്റി പിണറായിസാണ്. ഇവിടെ മലയോര മേഖലയിലെ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല. ഇവിടെ ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ജനങ്ങളുടെ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യുക. അതിനൊരു തീരുമാനം ഉണ്ടാവും. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാണ്. നാളെ വൈകുന്നേരം 5 മണിക്കാണ് നഗരം കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശം. ന്യൂസ് മലയാളം, നിലമ്പൂർ.